റെഡ്മി നോട്ട് 9S എന്ന് പറയുന്ന മോഡലാണ്. നോട്ട് 9 പ്രോവും സെയിം തന്നെയാണ്, നോട്ട് 9Sഉം സെയിം തന്നെയാണ്. ഇതാണ് മോഡൽ. ഇത് ഷോപ്പ് വർക്കാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡാറ്റ പഠിച്ച്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ പ്രോസസ്സിങ്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, സിം ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. കസ്റ്റമർ അല്ല, ഷോപ്പ് എന്ന് പറഞ്ഞത് ഒരു നെറ്റ്വർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ടൗണിലുള്ള ഷോപ്പല്ല, ഉള്ളിലുള്ള ഷോപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നെറ്റ്വർക്ക് വരുമ്പോൾ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൗണിൽ ഫുൾ നെറ്റ്വർക്ക് ഉണ്ടാവും, നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് നെറ്റ്വർക്ക് ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ നോക്കിയാൽ, നിങ്ങളെ കാസർഗോഡ് വരുമ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ വരുമ്പോൾ മേലെ ഫുൾ റേഞ്ച് ഉണ്ട്, വീട്ടിൽ പോയി നോക്കുമ്പോൾ ഫുൾ റേഞ്ച് ഇല്ല, ഇല്ലേ? ചിലപ്പോൾ 2 കുറ്റിയോ 1 കുറ്റിയോ മാത്രമേ ഉണ്ടാവും. കാരണം എന്താ, ഇവിടെ നെറ്റ്വർക്കിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് കിട്ടും. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ICO അതല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റിന പാഡോ വീക്ക് ആണെങ്കിൽ നെറ്റ്വർക്ക് കിട്ടത്തില്ല. കിട്ടുക പറഞ്ഞാൽ കുറവായിരിക്കും, റേഞ്ച് കുറവായിരിക്കും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോഡ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മളെ ഇവിടുത്തെ സ്ട്രെങ്ത്തും വീട്ടിലത്തെ സ്ട്രെങ്ത്ത് എത്ര ഡിഫറെൻ്റ് ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചിലപ്പോൾ ഫുള്ള് റേഞ്ച് കാണിക്കും, ഫുൾ കുറ്റി കാണിക്കും, പക്ഷെ നമ്മൾ ഇവിടെ കിട്ടുന്ന സ്പീഡ് നമ്മളെ നാട്ടിൽ പോയി കിട്ടില്ല. ഇപ്പോൾ 5Gക്ക് ഭയങ്കര സ്പീഡാണ്, 5G ഫുൾ കട്ട കാണുന്നുണ്ട്. ഇതേ കട്ട നമ്മളെ വീട്ടിൽ പോയിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, 5Gയിൽ കാസർഗോഡ് കിട്ടുന്ന ഇത് എന്ത് കിട്ടുന്നില്ല, നമ്മളെ നാട്ടിൽ പോയിട്ടാകുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാവാം നെറ്റ്വർക്ക് ഫുള്ള് ഉണ്ടാവും, എന്നാലും എന്തെങ്കിലും നെറ്റ്വർക്ക് കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ അതറിയാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ട്. ആ കോഡ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്ട്രെങ്ത്തും നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ട്രെങ്ത്തും നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് ആദ്യം സിം ഇട്ട് ചെക്ക് ചെയ്യണം. കാരണം എല്ലാ IC മാറിയെന്ന് അറിഞ്ഞിട്ട് കൊണ്ട് തന്നത് 2 കംപ്ലൈൻറ്റ് ഉണ്ട് ഇതിൽ. ഒന്നാമത്തെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ, രണ്ടാമത്തെ കംപ്ലൈൻറ്റ് പറയുന്നത് സ്ലോ ചാർജിങ്. അപ്പോൾ നെറ്റ്വർക്ക് റെഡിയാണെന്നുണ്ടെങ്കിൽ മാത്രം മറ്റൊന്നും കൂടി ചെയ്തോ, അല്ലെങ്കിൽ ഒഴിവായിക്കോ എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ഫൈനൽ സൊല്യൂഷൻ ആണ് വെച്ചാൽ നമ്മളൊരിത് പറഞ്ഞ ഇപ്പോൾ നോക്കാണ്ട് റിട്ടേൺ വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം റിട്ടേൺ പോകും. കാരണം ആൾ എല്ലാം നോക്കിയിട്ടുണ്ട്, നെറ്റ്വർക്കിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കിവിടെ വന്നത് ഞാൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത് കാണിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത്, സിഗ്നൽ ചെക്ക് ചെയ്യുന്നതെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സിം ഇടണം. ഒരു സിം ഇടാണ്ട് ഒരു സൊല്യൂഷൻ ഇല്ലല്ലോ അല്ല, സിം ഇട്ട് ചെക്ക് ചെയ്യണ്ടേ. കാരണം ചിലപ്പോൾ ഏതെങ്കിലും സിം എടുക്കും, അതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം എല്ലാം അത്യാവശ്യം ചെയ്യുന്ന ഒരാളാണ്. IC എല്ലാം മാറുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത്യാവശ്യം IC ലെവൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് തന്നത്. പേര് പറയില്ല ഞാൻ, കാരണം വീഡിയോയിൽ പറയണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാ പറയാതെ കേട്ടാ. അത്യാവശ്യം കാസർഗോഡ് അറിയുന്ന ഒരാളാണ്. ഒരു സിം വരാം. വലിയ പ്രതീക്ഷ ഒന്നും അല്ല, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 മെത്തേഡ് ഫോളോ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് GR ചെക്ക് ചെയ്യണം, രണ്ടാമത് വോൾട്ടേജ് ചെക്ക് ചെയ്യണം, മൂന്നാമത് DSO ഉപയോഗിച്ച് സിഗ്നൽ ചെക്ക് ചെയ്യണം. ഇത് 3 നമുക്ക് ഫൈൽഡാണ്, നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ പറയാം. പക്ഷെ 99% ഈ 3 മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് എന്നുള്ളത് കിട്ടും. ചിലപ്പോൾ CPU സിഗ്നൽ വരാതെ കണ്ടീഷൻ ആണെങ്കിൽ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് വരാതെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമറോട് പറയാം ഇത് റെഡി ആവില്ല, എവിടെ കൊടുത്താലും റെഡി ആവില്ല, CPU മാറ്റാലേ റെഡി ആവുമെന്ന് പറയാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് നോക്കി അതിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോട് എന്തെങ്കിലും പറയാം, കസ്റ്റമറോട് പറയാൻ പറ്റില്ല, അത് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതാന്നില്ല എന്ന് അറിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ചില കസ്റ്റമർ നമ്മളോട് ചോദിക്കൂ ഇത് ഇടം കൊടുത്തെങ്കിൽ ആവോ, അതും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ 3 മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 100% പറയാം. CPU മാറിയാൽ, CPU സിഗ്നലാണ് മിസ്സിങ് എങ്കിൽ നമുക്ക് പറയാം CPU മാറിയാൽ അത് റെഡിയാവും, അല്ലെങ്കിൽ അത് റെഡി ആവില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമറോട് പറയാൻ പറ്റും. അതിന് 3 മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം കേട്ടോ. CPU ചെയ്യാനും IC ചെയ്യാനും എല്ലാവർക്കും അറിയാം. ഏകദേശം കുറച്ച് പ്രാക്ടിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് നിന്നിട്ട് നോക്കിയിട്ട് അതുപോലെ ചെയ്തിട്ട് CPU ചെയ്യാൻ പറ്റും. പക്ഷെ കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ട് എന്ന് പറയുന്നത് അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ 90% ആൾക്കാരും സർവീസ് ചെയ്യുന്നുള്ളത് എന്താണ്, ഹാർഡ്വെയർ ലെവൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും തിയറിക്കലായിട്ട് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല, പ്രാക്ടിക്കൽ നല്ല സ്കില്ലുണ്ടാവും. എല്ലാം മാറാൻ പറഞ്ഞാൽ സിമ്പിളായിട്ട് മാറിത്തരും. പക്ഷെ അത് മാറിയത് എന്തിന് അല്ലെങ്കിൽ മാറുന്ന എന്തിനുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ല.
അപ്പോൾ കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ട് നിർബന്ധമാണ്. ഒരു കംപ്ലൈൻറ്റ് കിട്ടുമ്പോൾ ആ സെക്ഷന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണം, ഇന്ന സെക്ഷനാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാ ഫുൾ വന്ന് പോന്നു വന്നിട്ടുണ്ടല്ലോ. സിം ഏത്? ജിയോ. അടുത്തൊരു സിമ്മാണ് ജിയോ വർക്കിംഗ് ആണ് കേട്ടോ. ഒരു എയർടെൽ സിമ്മ് മാറി വെക്കണമെന്ന് പറയുന്നതിൻ്റെ ഓപ്ഷൻ മനസ്സിലായാ? സിമ്മ് തന്നിട്ട് ഞാൻ അങ്ങോട്ട് ഓക്കെ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്താ ടൈം പോയിട്ട് ഐക്സ് എടുത്ത് ചേട്ടനല്ലേ? ആദ്യത്തെ ചെക്ക് മെത്തേഡ് മനസ്സിലായില്ലേ? ടൗണിൽ ഫുൾ റേഞ്ച് ഉണ്ട്, ഉള്ളിൽ ചിലപ്പോൾ കിട്ടാതായിരിക്കും കേട്ടോ. സാധ്യതയുണ്ട്. അതും എടുക്കുന്നുണ്ട്, പക്ഷെ ഫുൾ റേഞ്ച് ഇല്ല. നേരത്തത് ഫുൾ റേഞ്ച് ആയിരുന്നു, ഇത് 300 200 കോൾ ചെയ്യാം. ഇല്ല ഇതുണ്ടാ, നെറ്റ്വർക്ക് ഉണ്ടോ? ഇതുണ്ടാ, എന്ത് നെറ്റ് ഉണ്ടല്ലോ. കോള് പോകുന്നുണ്ട്. നെറ്റ് കിട്ടുന്നാകട്ടെ. കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും കംപ്ലൈൻറ്റ്? നമ്മളെ ഒരു ഏരിയ വിട്ട് വേറൊരു ഏരിയയിലോട്ട് പോകുമ്പോൾ നെറ്റ്വർക്ക് കിട്ടും. കാരണം എന്നോട് ഒന്നും കിട്ടുന്നില്ല, എല്ലാം മാറ്റിയിട്ടുണ്ടാവും, മാറ്റാണ്ട് പറയില്ലല്ലോ. ഒന്നും കിട്ടുന്നില്ല, എല്ലാ സിമ്മും മാറി. നമ്മളിവിടെ 2 സിം ഇടുമ്പോൾ 2 ജിയോയിൽ ഫുള്ള് റേഞ്ച് കിട്ടി, എയർടെൽ ആകെ 2 ഉള്ളൂ. ഒന്നായി ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട്. നസീറിന് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ കംപ്ലൈൻറ്റ്. കിട്ടീനെ എങ്ങനത്തെ കംപ്ലൈൻറ്റ്? നാട്ടിൽ റേഞ്ച് ഇല്ല. നാട്ടിൽ പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് മാറി സ്ഥലത്ത് റേഞ്ച് ഇല്ല, ടൗൺ അല്ലാതെ ഏരിയയിൽ റേഞ്ച് ഇല്ല. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ സിം ഇടുമ്പോൾ ഫുൾ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. എന്തായിരിക്കും കംപ്ലൈൻറ്റ്? ഒന്നായി പോയി, റേഞ്ച് പോയി കേട്ടാ, പോയി ഫുൾ ഡൗൺ ആകുന്നുണ്ട്, പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, അയച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഐസി എല്ലാം മാറി. എന്തായാലും ഐസിൻ്റെ പ്രശ്നമല്ല എന്നുള്ളത് കൺഫേം ആണ്. ഒന്നല്ലെങ്കിൽ നസീർ പറഞ്ഞ പോലെ സബ് ബോർഡിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അതെല്ലാം ഉണ്ടെങ്കിൽ ആൻറ്റീന. അതിന് മുമ്പ് നമുക്ക് എന്താ നെറ്റ്വർക്കിൻ്റെ സെക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനുള്ളത് പഠിക്കാം. അപ്പോൾ നമുക്കിത് മനസ്സിലാവും എവിടെ ആയിരിക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത്. സിമ്മിലിരിക്കട്ടെ. പോയി, ഫുള്ള് പോയി, തുള്ളിച്ചാടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വരുന്നുണ്ട്, തുള്ളുന്നുണ്ട്, ചാടുന്നുണ്ട്. സൂചി തന്നില്ല എനിക്ക്.
ഒരു നെറ്റ്വർക്ക് കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട പാത്ത് ഉണ്ട്. നെറ്റ്വർക്കിൻ്റെ ഒരു വേ ഉണ്ടാവുമല്ലോ സ്റ്റാർട്ടിങ്. നമ്മൾ ഇപ്പോൾ ചാർജിങ് പഠിക്കുമ്പോൾ നമ്മൾ ചാർജിങ് കിടന്ന് സ്റ്റാർട്ട് ചെയ്തത് സബ് ബോർഡിൽ നിന്ന് മെയിൻ ബോർഡിലേക്കുള്ള സ്ട്രിപ്പ് നിന്ന് ഒ വി പിന് ചാർജിങ് AC, അങ്ങനെ ആ റൂട്ടാണ് അല്ലേ. അതേപോലെ നെറ്റ്വർക്കിന് ഇതേപോലത്തെ റൂട്ടുണ്ട്. കാരണം ആ സ്റ്റാർട്ടിങ് നെറ്റ്വർക്ക് വരുന്നു. ഇപ്പം നമുക്ക് ഈ കണ്ട കംപ്ലൈൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എയർടെൽ ഒരു കുറ്റി 2 കുറ്റി പെട്ടെന്ന് ഡൗൺ ആണ്. പക്ഷേ ജിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ റേഞ്ച് കിട്ടും. കാരണം ജിയോൻ്റെ ടവർ ഇവിടെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഫുൾ റേഞ്ച് കിട്ടുന്നുള്ളത്. എയർടെലിൻ്റെ ടവറായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എയർടെലിൻ്റെ റേഞ്ച് കുറവ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2G നെറ്റ്വർക്കിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. കാരണം 2G കിട്ടിയാലാണ് ബാക്കിയെല്ലാം കിട്ടുന്നത്. അപ്പോൾ 2G ആണ് മെയിൻ. അപ്പോൾ 2Gയിൽ നമ്മൾ പഠിക്കുന്നുള്ളത് 2G B8 900 MHz എന്ന് പറയുന്നുള്ള നെറ്റ്വർക്ക് വർക്കിംഗ് പ്രോസസ്സിംഗ് ആണ്. ഇതിൽ ആദ്യം നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതെന്തെന്ന് അറിയോ? എന്ത്? ആൻറ്റീന. ഈ ആൻറ്റീന പ്രോപ്പർ കണക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഈ പറയുന്ന പ്രശ്നം കിട്ടും. കാരണം ടൗണിൽ നെറ്റ്വർക്ക് ഫുള്ള് ഉണ്ടാവും. ഇതിട്ടില്ലാന്നുണ്ടെങ്കിൽ ടൗണിൽ ഫുള്ള് ഉണ്ടാവും. ഉള്ളേരിയ പോയി കഴിഞ്ഞാൽ എന്തെയില്ല, നെറ്റ്വർക്ക് ഉണ്ടാവില്ല. ഇത് ചിലത് സബ് ബോർഡിൽ നിന്ന് വരുന്നതുണ്ട്. ഇത് മെയിൻ ബോർഡിലെ മെയിൻ ഇതാണ് എന്ത്, ആൻറ്റീനയാണ്. ആൻറ്റീന 2GPA 4GPA വേണം. 2G നെറ്റ്വർക്ക് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് വേണോ, 4G വേണം. ഇനി നമ്മൾ എന്താ പറയുന്നത്, WTR. ശരിക്കും അതിൻ്റെ യഥാർത്ഥ പേരെന്താ? റിസീവർ അല്ല, ട്രാൻസീവർ. ട്രാൻസീവർ പറഞ്ഞാൽ റിസീവിങ്ങും ട്രാൻസ്മിറ്റിങ് ചെയ്യുന്ന ആളാണ്. ഇത് എല്ലാത്തിലും WTR എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ചില മോഡൽ STR ഉണ്ടാവും, ചിലയിൽ WTR ഉണ്ടാവും, ചില മോഡലിനകത്ത് മീഡിയ ടെക്കിൻ്റെ ട്രാൻസീവർ ഉണ്ടാവും. ഈ പറയുന്ന മോഡലാണ്. അപ്പോൾ ഈ നമ്മളെപ്പോഴും WTR എന്നല്ല പറയണ്ട, ട്രാൻസീവർ എന്ന് പറയുന്നത്. അതിൻ്റെ പേരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം. അത് ഏത് മോഡലാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം WTR അല്ലെങ്കിൽ STR. ഇനി അടുത്ത വേണ്ടത് CPU. ഇത്ര കാര്യങ്ങൾ വേണം ഒരു നെറ്റ്വർക്ക് വർക്ക് ചെയ്യണം. 2G വർക്ക് ചെയ്യണമെങ്കിൽ ഇത്ര എന്ത് വേണോ, കോമ്പോണൻസ് അല്ലെങ്കിൽ ഇത്ര IC വേണം. എന്തെല്ലാം വേണം? ആൻറ്റീന വേണം, 2G വേണം, 4G വേണം, CPU വേണം, ട്രാൻസീവർ വേണം. WTR എന്ന് പറയാൻ പാടില്ല, ട്രാൻസീവർ വേണം. ഇത് ആദ്യം എവിടെയാ പോന്നെ വെക്കാം? ആദ്യം എവിടെയാ പോന്നെ? എന്താ സാധനം? DP/DT എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഡബിൾ പോൾ ഡബിൾ ത്രോ. ഞാൻ പറഞ്ഞു തന്നിട്ടേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതിന്ന് എടുത്തേക്കാ പോകുന്നു. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, നെറ്റ്വർക്ക് കിട്ടത്തില്ല. ഇതിൽ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഇത് എവിടെയാ പോകുന്നത്? ഈ കണക്ഷന് നേരെ പോകുന്നുള്ളത് ഇതിൽ 2 കണക്ഷൻ, DP/DT എന്ന് പറഞ്ഞിടത്തേക്ക് 2 കണക്ഷൻ വരും. 2 മെയിൻ ഇൻ ഉണ്ടാവും, 2 മെയിൻ ഔട്ട് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നേരെ ആദ്യം വരുന്നുള്ളത് ആൻറ്റീനാണ് നേരെ വരുന്നുള്ളത്. ഈ ഒരു പാത്താണ് ശരിക്കും പറഞ്ഞാൽ എന്താ നടക്കുന്നത്, നമ്മൾ ഈ കോള് പോകുന്ന സമയത്ത് വരുന്ന സമയത്തും സിഗ്നൽ പാസ് ചെയ്യുന്ന ലൈനാണ്. ട്രാൻസീവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോഡ് പഠിച്ച ഓർമ്മ ഉണ്ടോ? RX TX. RX എന്ന് പറഞ്ഞാൽ എന്ത്? RX റിസീവിങ്. TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റിങ്. ഇത് രണ്ടും കൂടി ചേർന്നൊരു സാധനം നമ്മൾ പറഞ്ഞു, TRX. TRX എന്ന് പറഞ്ഞാൽ രണ്ടും പോകുന്ന ലൈനാണ്, 2 വേ എന്ന് പറയും. ഇത് 1 വേ, മറ്റേത് 2 വേ. RX എന്ന് പറയുമ്പോൾ 1 വേ, TX എന്ന് പറയുമ്പോൾ 1 വേ. TRX എന്ന് പറഞ്ഞാൽ രണ്ടും പോകുന്ന ലൈൻ, 2 വേ എന്ന് പറയും. അതാണ് ഇത്. ഇതിലെ കൂടി തന്നെയാണ് റിസീവിങ്ങും വരുന്നുള്ളത്, ട്രാൻസ്മിറ്റിങ് പോകുന്നുള്ളത്. ഇത് നേരെ വന്നെടുത്ത് 2GPAയിലോട്ട് എത്തി. 2GPAയിലോട്ടൊക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, GR ചെക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യത കുറവാണ്. കാരണം GR എന്ത് ചെയ്യും, നമുക്ക് കാണിക്കുന്നുള്ള GR ഒന്നും അല്ലെങ്കിൽ ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടുള്ള GR ആയിരിക്കും കാണിക്കുന്നത്. നമുക്ക് ഇവിടെ GR ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. GR വയ്ക്കുമ്പോൾ ബീപ്പ് അടിക്കില്ല നെറ്റ്വർക്ക് സെക്ഷനിൽ. അടിക്കൂലേ?
അടിക്കും. കാരണം എന്താ, നെറ്റ്വർക്ക് കൂടുതൽ ഇതായിട്ടുള്ളത് എന്താ, ഗ്രൗണ്ട് ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ GR ചെക്ക് ചെയ്യുന്ന പരിപാടി ഇല്ല. ഇവിടെ നമ്മൾ നേരെ ചെക്ക് ചെയ്യേണ്ടത് കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിലേക്ക് ഉണ്ടോ നോക്കാം, ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിലേക്ക് ഉണ്ടോ നോക്കാം. പക്ഷെ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർക്കിംഗ് വോൾട്ടേജ് വേണം. ഈ വർക്കിംഗ് വോൾട്ടേജ് മിസ്സിങ് ആണെങ്കിൽ എന്തുണ്ടാവൂല, ഇത് വർക്കാവൂല. എത്ര അതിന്റെ വർക്കിംഗ് വോൾട്ടേജ് നസീർ പറയും? 1.8 2.7 വോൾട്ടേജ് അല്ലെങ്കിൽ 2.8 വോൾട്ടേജ് ആണ് ഇതിന്റെ വർക്കിംഗ് വോൾട്ടേജ് കേട്ടാ. ഇത് എപ്പം വരുന്ന, ഇത് എത്ര കാലുള്ള ഐസിയാ? 10 കാലുള്ള ഐസിയാണ്. ഈ 10 കാലിൽ 10ാമത്തെ കാലിലായിരിക്കും അപ്പം എന്ത് വരുന്നത്, വോൾട്ടേജ് വരുന്നത്. ഇതിന്റെ 10 കാലിലുള്ള ആണ് DP-DT കുറെ സാധനം വരുന്നുണ്ട്. സിംഗിൾ പോൾ ഡബിൾ ത്രോ വരുന്ന മോഡലുണ്ട്. ഇവിടെ ഒരു സാധനം കാണിച്ചു തരാം. ഇതാ ഇതിപ്പോ പറഞ്ഞ സാധനം തന്നെയാണ്, പക്ഷെ ഇതിന്റെ ഡിഫറെന്റ് എന്ന് നോക്കിയാ SP40. നേരത്തെ എന്താ ഉണ്ടായത്, DP-DT. ഇത് വന്നത് എന്താ, SP40. സാമ എന്താ പറഞ്ഞ, സിംഗിൾ പോൾ ഫോർത്ത് ത്രോ. കാരണം ഇതിന് പോകുന്നുള്ള ഔട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സിംഗിളാണ്. അതിന്റെ ഔട്ട് എത്രയാ, 4 ഔട്ട് ഇട്ട്. നേരത്തെ പറഞ്ഞതിൽ എന്താ വരുന്നുള്ളത്, 2 ഇന്ന് 2 ഔട്ട്. ഇത് 10 ഉള്ളത് വരും, 10 ഉള്ളത് വരും. SP10T പറഞ്ഞാല് സിംഗിൾ പോൾ 10 ത്രോ. ഇതിൽ 10 എന്നുണ്ടാവും, ബാൻഡ് ഉണ്ടാവും. നോക്കിയാൽ മനസ്സിലാവും. TRX എന്ന് പറഞ്ഞത്, TRX എന്ന് പറഞ്ഞ സാധനം മനസ്സിലായില്ല. TRX എന്ന് പറയുമ്പോൾ ട്രാൻസീവർ ലൈൻ, RX-ഉം DX-ഉം പോകുന്ന ലൈൻ 2 വേ ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാലിലോട്ട് 10 കണക്ഷൻ ചെയ്യുന്നുണ്ട്, സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ട് ഏത് ബാൻഡാണോ വരുന്നതിന് സ്വിച്ച് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ആന്റിന സ്വിച്ച് എന്ന് പറയും. DP എന്ന് പറഞ്ഞാൽ DP-DT എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, ആന്റിന സ്വിച്ച് എന്ന് പറയും. ഇത്ര ബാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെ ഇതിലോട്ട് പോവാ. ഇത് കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നെറ്റ്വർക്ക് വരുമ്പോൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാ IC മാറിയിട്ടുണ്ട്. അയച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. അത്യാവശ്യം എല്ലാ IC എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. എന്നിട്ട് ഈ പ്രശ്നം സോൾവ് ആകാത്തതിൻ്റെ കാരണം എന്താ, ഈ മാറിയ IC-യിലൊന്നും അല്ല കംപ്ലൈൻറ്റ്. ഇതും മാറിയിന്, ഇതും മാറിയിന്, ഇതും മാറിയിന്. അപ്പോൾ ഈ മാറിയ IC-യിലല്ല കംപ്ലൈൻറ്റ് ബോർഡിലാണ്. കംപ്ലൈൻറ്റ് എന്തെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നേരെ ഇടുന്നിടെ പോയി അടുത്ത ലൈനവിടെ പോയി 2GPL നമ്മളെ 2GPL പോയി നോക്കി കഴിഞ്ഞാൽ ആൻറ്റീന എന്ന് എഴുതിയിട്ട് ലൈന് കാണാം. ആൻറ്റീന ഏത് 2GP എടുത്തു കഴിഞ്ഞാലും ആൻറ്റീന എന്ന ലൈൻ കാണാം. ആ സാധനം ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എന്ത് കിട്ടും, DP-DT കിട്ടും. DP-DT എന്നാണോ എന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇതെന്ത് 4 ആയിട്ടും വരും, 10 ആയിട്ടും വരും. ഇവിടെ വന്ന സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും നടക്കുന്നത്, നമ്മൾ ഏത് ലൈനാണ് ഇനി ട്രാക്ക് ചെയ്യേണ്ടത്? WTR ആണോ ട്രാക്ക് ചെയ്യേണ്ടത്? നമ്മ ഒരു വേ അല്ല പിടിക്കുന്നത്. അപ്പോൾ ഈ വേ ഇങ്ങനെ പോയി ഇവിടെ പോയി ഇനി ഇതും തന്നെയല്ല കണക്ഷൻ പോകണ്ടേ, അടുത്ത IC-ലോട്ടല്ലല്ലോ നമ്മൾ പോകണ്ടേ. ഇതിന്റെ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തതിൽ പോകേണ്ടത്. നമ്മളിപ്പോൾ ഏത് ഫ്രീക്വൻസിയാണ് പഠിക്കുന്നുള്ളത്, 2G-ന്റെ എത്ര മെഗാഹെർട്സ് വരുന്നത്, 900 മെഗാഹെർട്സ്. B8 എന്ന് പറയും. B8 എന്ന് പറഞ്ഞ ബാൻഡാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 2G കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് B8 എന്ന് പറയുന്നുള്ള ബാൻഡാണ്. ഇപ്പൊ നമ്മൾ ഇട്ട സിമ്മിന്റെ അകത്ത് സിം ഇട്ടിട്ടുണ്ടല്ലോ ഇതിൽ, ഫുള്ള് പോയി, കംപ്ലീറ്റ് പോയി കേട്ടാ, നെറ്റ്വർക്ക് കംപ്ലീറ്റ് പോയി. ഇട്ട സിമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, 2G-ലോട്ടും 3G-ലോട്ടും 4G-ലോട്ടും മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏത് IC-യിലാണ് കംപ്ലൈൻറ്റ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാനും പറ്റും. എന്നാലും നമ്മൾ സ്റ്റാർട്ടിങ് എന്തായാലും ഇടുന്നത് തന്നെയാണ്. ഇതിങ്ങനെ പിടിച്ച് പോകണം. ആദ്യം GR ചെക്ക് ചെയ്യണം, പിന്നെ വോൾട്ടേജ് ചെക്ക് ചെയ്യണം,
പിന്നെ സിഗ്നൽ ചെക്ക് ചെയ്യണം. ഇവയെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത നമ്മൾ പോകുന്ന ഈ ഒരു ഐസിൻ്റെ അകത്തുനിന്ന് B8 TRX എന്ന് പറയുന്ന ലൈനാണ് പോകുന്നത്. TRX എന്ന് പറയുമ്പോൾ ട്രാൻസ്സീവർ ആണ്. കാരണം ഇങ്ങനെ അങ്ങോട്ടും പോകും, അങ്ങനെ ഇങ്ങോട്ടും പോകും. ഇത് എവിടെയാ പോകുന്നത് നോക്കിയാ? ഡുഫ്ലെക്സറിലോട്ടാ പോകുന്നത്. എന്തിനാ ഡുഫ്ലെക്സർ ഉപയോഗിക്കുന്നത്? ഡു എന്ന് പറയുമ്പോൾ രണ്ട്. റിസീവിങ്ങും ട്രാൻസ്മിറ്റിങ്ങും രണ്ടാണ്. RX വേറെ TX വേറെ. അത് ഇടുന്ന എന്ത് ചെയ്യും? രണ്ടായിട്ട് മാറും. റിസീവിങ്ങിന്റെ പാത്ത് വേറെ, ട്രാൻസ്മിറ്റിങ്ങിന്റെ പാത്ത് വേറെ. ഈ ഐസിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിനെ വേർതിരിക്കാൻ കഴിയും. ഇപ്പം നമ്മളൊരു 3 ഫ്രീക്വൻസിയാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇതിന് 2 ഫ്രീക്വൻസി. ഇപ്പം 2 ഇതാണ്, ഇത് ഡുഫ്ലെക്സർ ആണ്. ട്രിപ്ലെക്സർ വരും. അതാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ ഇതിൽ പോയി കഴിഞ്ഞാൽ എന്ത് വൈഫൈ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഡുഫ്ലെക്സർ ഉണ്ടാവും. കാരണം വൈഫൈ വരുന്നത് ICSന്റെ ഇതില്ല നിങ്ങളെ കയ്യിൽ? വൈഫൈ കാണിക്കുന്നില്ലേ? നോക്കിയാ കാണിക്കുന്നുണ്ടോ? അതിൽ 2.5 GHz കാണിക്കുന്നുണ്ടാവും, പിന്നെ 5G കാണിക്കുന്നുണ്ടാവും. ഇല്ലേ? നോക്കിയേ. ഓക്കെ, രണ്ട് സാധനം കാണിക്കുന്നുണ്ടാവും ഇല്ലേ? അതല്ല, ഇത് ക്ലിക്ക് ചെയ്യണം. ഇതാ ഇവിടെ 5G എന്ന് പറഞ്ഞിട്ടുണ്ട്, 4G എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഒന്ന് 2.5 മറ്റൊന്ന് 5G വരുന്ന ഇതുമാണ്. കാരണം ഇത് രണ്ടും എന്താണ്? 2 ബാൻഡാണ്, 2 ഫ്രീക്വൻസിയാണ്. നമ്മൾ 5G ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 5G സ്പീഡ് കിട്ടത്തുള്ളൂ. മോഡേൺ 5G എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തത് ഏതാണോ ആ ഫ്രീക്വൻസിയാണ് എന്ത് ചെയ്യുന്ന ഫോൺ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുണ്ട്. ഇതല്ലാണ്ട് നമ്മളെ ഒരു സാധനം കൂടി വരും, GPS-ൻ്റെ ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്രീക്വൻസിയും കൂടി ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഈ ഒരു നമ്മൾ വൈഫൈ ട്രാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ 3 കണക്ഷനുള്ള ഐസി നമ്മളെന്ത് പറയും? ഇതിനെ ഡുഫ്ലെക്സർ എന്ന് പറയും. 3 ലൈൻ നമ്മളെന്ത് പറയും? ട്രിപ്ലെക്സർ എന്ന് പറയും. ഈ ഡുഫ്ലെക്സറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ RX-ന് ഒരു പാത്ത്, TX-ന് ഒരു പാത്ത്. നമ്മളിപ്പോൾ എന്താ നോക്കുന്നത്? നെറ്റ്വർക്ക് കിട്ടേണ്ടതാണ്. കോള് പോവാതെ ഇഷ്യൂ അല്ലല്ലോ, നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താ? ഇങ്ങോട്ടേക്കാണ് വരുന്നത്. TX ആണോ വേണ്ടത്? RX ആണോ? RX ആണ്. റിസീവിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റിസീവിങ്ങിനാണ് ഇത് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ RX ഉണ്ട്, TX ഉണ്ട്. അപ്പോൾ ഈ പോകുന്ന പാത്ത് കണക്ഷൻ പോകുന്നുള്ളത് എടുത്തേക്കാ RX ആണ് പോകേണ്ടത്. അപ്പോൾ ഇത് ഇടുന്ന നേരെ എന്താ പറഞ്ഞാൽ ഡുഫ്ലെക്സറിലോട്ട് പോകും. ഡുഫ്ലെക്സറിൻ്റെ അകത്തുനിന്ന് ഏത് സിഗ്നലാണോ അത് എന്താ വേർതിരിക്കും. RX-ൻ്റെ റൂട്ട് വേറെ, TX-ൻ്റെ റൂട്ട് വേറെ, 2 വേറെ റൂട്ടാണ്. ഇതിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നുള്ളത് നമ്മളെ WTR അല്ലെങ്കിൽ ട്രാൻസ്സീവർ എന്ന് പറഞ്ഞ IC-ലോട്ടാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയ നെറ്റ്വർക്ക് ഇല്ലല്ലോ? ഇല്ല. 2G എന്ന് പറയുന്ന ബാൻഡ് ഇടത്തും. ഈടെത്തുമ്പോൾ ഇതിൻ്റെ പേര് മാറിയണ്ട. ഇതിൻ്റെ ഉള്ളിലുണ്ടായ പേര് TRX എന്നായിരുന്നു. പക്ഷെ ഈടെത്തുമ്പോൾ അത് PRX എന്നായിട്ട് മാറി. ഞാൻ നെറ്റ്വർക്കിൻ്റെ കോഡിങ് പഠിച്ചിന്, എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ. TRX എന്ന് പറഞ്ഞാൽ ട്രാൻസ്സീവർ, PRX എന്ന് പറഞ്ഞാൽ പ്രൈമറി റിസീവിങ് സെക്ഷൻ. പ്രൈമറി, സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് 2 സാധനമുണ്ട്. പ്രൈമറി ആണ് മെയിൻ, ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് പ്രൈമറിക്കാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ് പ്രൈമറി. എന്ത് ലൈന്? പ്രൈമറി RX, റിസീവിങ് ലൈനാണ്. അതാണ് എവിടെ പോകുന്നുള്ളത്? ട്രാൻസ്സീവറിലോട്ട് പോകുന്നുള്ളത്. ഈ സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും, ഒരു പ്രോട്ടോകോള് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇവിടുന്ന് നേരെ 2 ലൈൻ അവിടെ പോകുന്നുണ്ട്, CPU-ലോട്ടേക്ക് പോകും. CPU-ൻ്റെ അകത്തുനിന്ന് ഒരു 4 ലൈന് തിരിച്ചിട്ട് എവിടെ പോകും? ട്രാൻസ്സീവറിലോട്ട് പോകും. റൂട്ട് മനസ്സിലായാ? ആദ്യം ഇവിടെ വന്ന് ഇടുന്നത് ഇങ്ങോട്ട് കയറി, പിന്നെ നേരെ ഡുഫ്ലെക്സറിലോട്ട് കയറി, ഡുഫ്ലെക്സറിൻ്റെ അകത്തുനിന്ന് RX പറയുന്ന പാത്തിലോട്ട് കയറി എടത്തി ട്രാൻസ്സീവറിലോട്ട് എത്തി. ട്രാൻസ്സീവറിലോട്ട് ഈ സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2 പ്രോട്ടോകോള് IP, IQ എന്ന് പറഞ്ഞ 2 പ്രോട്ടോകോൾ എവിടെ പോകും?
CPU പോകും. CPU അകത്ത് നിന്ന് എന്ത് ചെയ്യും, ഡിജിറ്റൽ അനലോഗ് കൺവേർട്ട് ചെയ്തിട്ട് ഈ സാധനം നേരെ വീണ്ടും എവിടെ കൊടുക്കും, ട്രാൻസ്സീവറിലോട്ട് കൊടുക്കും. ഈ ട്രാൻസ്സീവറിന്റെ അകത്തുനിന്ന് ഈ പോകുന്ന ട്രാക്ക് നമ്മൾ പറയുന്നത് വേറെ പറയാം. ഇതിന്റെ ഉള്ളിലോട്ട് വന്ന സാധനം എന്താ അറിയോ, RX ആണ്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന ലൈൻ എന്താ അറിയോ, TX ആണ്. നമ്മളിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുക, വന്ന ലൈന് PRX LB1, ഇവിടെ പോകുന്നുള്ളത് എന്താ, TX ആയിട്ട് മാറി. ഇവിടെ RX ആയിരുന്നു ഉണ്ടായത്, ഇവിടെ എന്തായിട്ട് മാറി, TX ആയിട്ട് മാറി. ഈ TX എവിടെയാ പോകുന്നത് നോക്കിയാൽ ആദ്യം, എവിടെയാ പോകുന്നത്, നേരെ പോകുന്ന 4GPAയിലോട്ടാണ്. കാരണം 4GPA ഉണ്ടെങ്കിലും മാത്രമേ 2G കിട്ടത്തുള്ളൂ. അല്ലാണ്ട് 4G റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2G കിട്ടില്ല. കാരണം ഈ റൂട്ട് വരുന്നുള്ളത് എങ്ങനെയാ, ഇതിലെ കൂടിയിട്ട്. ചില മോഡലിനകത്ത് ഇതില്ലാന്നുണ്ടെങ്കിലും എന്ത് കിട്ടും, 2G കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പറഞ്ഞത് B8 എന്ന് പറയുന്നുള്ള ബാൻഡാണ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടുള്ളത്, അല്ലെങ്കിൽ സെലക്ട് ചെക്ക് ചെയ്തുകൊണ്ടുള്ളത്. ഇതല്ലാണ്ട് ഈ ഫോണിൻ്റെ അകത്ത് GSM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീക്വൻസിയും കൂടി വരുന്നുണ്ട്. ഓൾഡ് മോഡൽ കണ്ടിനാ, GSM നമ്മളെ ഇതിൽ സ്റ്റിമാറ്റിക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. GSM അത് ഓൾഡ് മോഡലാണ്, ഫ്രീക്വൻസി മാറ്റമുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, ഇതായിട്ട് കണക്റ്റഡ് ഒന്നുമല്ല, ഇത് ഡയറക്റ്റ് ആണ്. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2G കിട്ടും. അത് എല്ലാ ഏരിയയിലും കിട്ടത്തില്ല. അതുപോലെ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ഭയങ്കര കുറവായിരിക്കും, ഫ്രീക്വൻസി കുറവാണ്. 2G ഫാസ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, B8 എന്ന് പറയുന്നുള്ള ലൈൻ തന്നെ കിട്ടണം. ആ ലൈൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ നെറ്റ്വർക്ക് നല്ല സ്പീഡായിട്ട് കിട്ടത്തുള്ളൂ. ഇത് നേരെ പോയി WTR എന്ന് നേരെ നമ്മളെ TX ആയിട്ട് LB-in എന്ന് പറഞ്ഞിട്ട് 4G IC-ലോട്ട് വന്നു. 4G IC-ൻ്റെ അകത്തുനിന്ന് ലൈൻ നേരെ പോയി നോക്കിയാൽ ഡുപ്ലക്സറിലോട്ട് വന്നു. ആ ലൈനാണ് ഇതിലേ കൂടി തിരിച്ചു വന്നു. മനസ്സിലായ? ഈ നെറ്റ്വർക്കിൽ 2 പാത്ത് ഉണ്ട്. ഈ പറയുന്ന പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി. പ്രൈമറി എന്ന് പറയുമ്പോൾ മെയിൻ ലൈൻ. ഇതേപോലത്തെ ഒരു ലൈനും കൂടി ഇതിനുണ്ട്, അത് നമ്മൾ സെക്കൻഡറി ലൈൻ എന്ന് പറയും. നെറ്റ്വർക്കിൽ 2 പാത്ത് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ സാധനം എടുത്തു കളഞ്ഞാലും ടൗണിൽ നമുക്ക് നെറ്റ്വർക്ക് കിട്ടും. നല്ല നെറ്റ്വർക്ക് ഏരിയ കവറേജ് ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് നെറ്റ്വർക്ക് കിട്ടും. പക്ഷെ ഉള്ളിലോട്ട് പോകുന്നതനുസരിച്ചിട്ട് എന്തെയില്ല, നെറ്റ്വർക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സെക്ഷനാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ടൗണിൽ ഫുൾ റേഞ്ച്, ഓരോ സിമ്മിനും എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ റേഞ്ച് കിട്ടുന്നുണ്ട്. ഇപ്പം എന്താ ഇതിൻ്റെ അവസ്ഥ നോക്കാം. 2 കുറ്റി വന്നു. നേരത്തെ ഫുൾ ഡൗൺ ആയി, പിന്നെ 1 കുറ്റിയായി, ഇപ്പോൾ 2 കുറ്റി വന്നു. ഇനി എന്താ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് റൂട്ട് മനസ്സിലായി. ഈ റൂട്ടിലാണ് നമ്മൾ നോക്കേണ്ടത്. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, റൂട്ട് ചെക്ക് ചെയ്യണം, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം, പിന്നെന്താ ചെക്ക് ചെയ്യണം, വോൾട്ടേജ് ചെക്ക് ചെയ്യണം. വോൾട്ടേജിന് ഇഷ്യൂ കൊണ്ട് ഈ പ്രശ്നം വരും. അപ്പം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് GR ചെക്ക് ചെയ്യണം. GR ഈ പറയുന്ന മാത്തിൽ പോയിട്ട് GR വയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് GR വയ്ക്കാൻ പറ്റുന്ന മാത്ത പറഞ്ഞാൽ ഈ IC വറയ്ക്കാനുള്ള വർക്കിംഗ് വോൾട്ടേജ് നമ്മൾ പിന്നാന്ന് പഠിച്ചിട്ടുണ്ട്. ഏതല്ല, VPH 4G വറയ്ക്കാനുള്ള വർക്കിംഗ് വോൾട്ടേജ്. VPH വരുന്നുണ്ട്, പറഞ്ഞോ. VCC VIO 3 വോൾട്ടേജ്, 1.8 വോൾട്ടേജ്, 3.7 വോൾട്ടേജ്, 0.6 to 4.2 ഇതിൻ്റെ ഇടയിലുള്ള VCC വോൾട്ടേജ്. അതാണ് 4G വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വർക്കിംഗ് വോൾട്ടേജ്. ഈ വോൾട്ടേജിൻ്റെ GR ആണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 2G IC വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ടേജ് വരുന്നുണ്ട്. ഏതല്ല, 1 അല്ല 2 വോൾട്ടേജ് വരുന്നുണ്ട്. VPH VIO 2 വോൾട്ടേജേ വരുള്ളൂ. VCC എന്തെയില്ല, 4Gയിലോട്ടാണ്. ചില മോഡലിനകത്ത് ഇതിലോട്ടും വരുന്നുണ്ട്. പക്ഷെ ഇതിൽ എന്തിലാ വരുന്നുള്ള 2Gയിൽ 2 വോൾട്ടേജേ ഉള്ളൂ. ഇവിടെ നമ്മൾ അതിൻ്റെ GR ചെക്ക് ചെയ്യുക.
WTR ഇതിന് എന്തില്ല, വോൾട്ടേജ് ഉണ്ടാവില്ല കേട്ടാ. ഡിഫ്ലക്സറിന് വോൾട്ടേജ് ഉണ്ടാവില്ല. ഇനി അടുത്ത നമ്മൾ വോൾട്ടേജ് വെക്കേണ്ട ലൈനാണ് DP/DT. DP/DTയിലോട്ട് എന്ത് വരുന്നുണ്ട്, എത്ര വോൾട്ടേജ്? നേരത്തെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു DP/DT വർക്ക് ചെയ്യേണ്ട വർക്കിംഗ് വോൾട്ടേജ് ഉണ്ട് 2.8 അല്ലെങ്കിൽ 2.7. എത്രാമത്തെ പിന്നിലോട്ടാ വരുന്നത്? 10ാമത്തെ പിന്നിലോട്ട് വരും എല്ലാ മോഡലിലും കേട്ടാ. DP/DT ആണെങ്കിൽ 10ാമത്തെ പിന്നിലോട്ട് 2.8 അല്ലെങ്കിൽ 2.7 വോൾട്ടേജ് വരും. ഇത് GR ചെക്ക് ചെയ്യണം. WTR വരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള WTRലേക്ക് പവർ ഐസിന്റെ അകത്തുനിന്ന് വർക്കിംഗ് വോൾട്ടേജ് പോകുന്നുണ്ട്. ഏതെല്ലാം പോകുന്നത്? 1.8 വോൾട്ടേജും 1.0 വോൾട്ടേജും. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? GR ചെക്ക് ചെയ്യണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. GR ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അടുത്ത പോകുന്നത് എവിടെയാ? വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. വോൾട്ടേജ് എവിടെയുണ്ട് മനസ്സിലായല്ലോ. ഇവിടെ വോൾട്ടേജ് 3 വോൾട്ടേജ് ചെക്ക് ചെയ്യാനുണ്ട്, ഇവിടെ 1 വോൾട്ടേജ് ചെക്ക് ചെയ്യാനുണ്ട്, ഇവിടെ 2 വോൾട്ടേജ് ചെക്ക് ചെയ്യാനുണ്ട്. ഇതിൽ ഡിഫ്ലക്സറിൽ വോൾട്ടേജ് ഇല്ല, ഇതിൽ നമ്മൾ 2 വോൾട്ടേജ് ചെക്ക് ചെയ്യാനുണ്ട്. CPU ഇല്ലേ വോൾട്ടേജ്? CPU-ലോട്ട് ഒരു വോൾട്ടേജ് ഇല്ലേ? ഏത് വോൾട്ടേജാ? CPU-ലേക്ക് ഒരു വോൾട്ടേജ് വരണം. ഏത് വോൾട്ടേജാ? CPU-ലോട്ട് ഒരു വോൾട്ടേജ് വരുന്നുണ്ട്. മോഡം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു വോൾട്ടേജ് വേണം. ബീറക്ക് S1 വോൾട്ടേജ് അല്ല. അപ്പോൾ വോൾട്ടേജ് വരുന്ന ട്രാക്ക് കറക്റ്റ് മനസ്സിലായല്ലോ. ഇത്ര സെക്ഷനിൽ പോയിട്ട് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യണം. S1 അത് അതിൽ കൊടുത്ത പേര് കേട്ടോ. ചില മോഡലിൻ്റെ അകത്ത് വോൾട്ടേജിൽ മാറ്റം വരും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ സെറ്റ് സിം റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിനു ശേഷം സെറ്റ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? GR ചെക്ക് ചെയ്യുക. അപ്പോൾ GR ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പറയണോ? ഇതിൻ്റെ സ്റ്റിമാറ്റിക് കിട്ടണം. അല്ല, എന്നാലേ നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെറ്റ് ഓഫ് ചെയ്ത് നെറ്റ്വർക്ക് ഫുള്ളായിട്ട് പോയിന് കേട്ടാ. വേണ്ട, നമുക്ക് ആ പോകുന്ന വോൾട്ടേജ് പോകുന്ന എല്ലാ ട്രാക്കിൻ്റെ അകത്തും കപ്പാസിറ്റി ഉണ്ടാവും. ഡയറക്റ്റ് ഒരു വോൾട്ടേജ് ഒരിക്കലും അവിടെ പോകില്ല. വോൾട്ടേജ് മാക്സിമം ഏത് വോൾട്ടേജ് പോകുന്നുണ്ടെങ്കിലും ആ വോൾട്ടേജ് ഫിൽട്ടർ ചെയ്യാൻ എന്തുണ്ടാവും? കപ്പാസിറ്റി. ആ കപ്പാസിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യണം. എങ്ങനെ GR വാല്യൂ? GR വാല്യൂ നമ്മളൊരു 300ൻ്റെയും ഒരു 200ൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പ്രോപ്പർ വാല്യൂ അറിയണം. ഓരോ മോഡലിൽ വാല്യൂവിൽ മാറ്റം വരും. നമ്മളതിൽ സ്റ്റിമാറ്റിക് ഇല്ലാതെ മോഡലിനകത്ത് നമ്മളൊരു വാല്യൂ പിടിച്ച് നിൽക്കുക, നമ്മളവിടെ വയ്ക്കും. നമുക്കൊരു ഐഡിയ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ 300ൻ്റെയും ഒരു 200 അല്ല 800ൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഇതാണ് ഏകദേശം 90% വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ചെക്ക് ചെയ്ത് നോക്കിയാൽ GR ഓക്കെ ആണോ എന്നുള്ളതാണ് നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത്. GR ഓക്കെ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വോൾട്ടേജ് സെറ്റ് ഓൺ ചെയ്യുക, സിം ഇടുക, എന്താ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ബോർഡിനെ ഓപ്പൺ ചെയ്യാം. ഇതാണ് മോഡൽ കേട്ടാ. ഇത് റെഡ്മി നോട്ട് 9S. റെഡ്മി നോട്ട് 9 പ്രോ ഏകദേശം സെയിം ആണ് അല്ല. 9Sഉം 9 പ്രോ സെയിം അല്ല. കോമ്പോണൻസ് കുറച്ച് മിസ്സിങ് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി ഏകദേശം സെയിം. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ, 9S. ഇതിൻ്റെ അകത്ത് നമുക്ക് ബിറ്റ് മാപ്പ് ഉണ്ട്, സ്റ്റിമാറ്റിക് ഉണ്ട്, ഹാർഡ്വെയർ സൊല്യൂഷൻ ഇല്ല. ഹാർഡ്വെയർ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. കാരണം മാത്രം നോക്കി നമുക്ക് ആകെ GR-ലേക്ക് ചെയ്യേണ്ട പെട്ടെന്ന് കിട്ടട്ടെ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 1 by 1 ആണ് ചെക്ക് ചെയ്യണം. ലേഔട്ട് ഓപ്പൺ ചെയ്യുക. സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യുക. റൂട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബിറ്റ് മാപ്പും കൂടി ഓപ്പൺ ചെയ്യാം. കാരണം ബിറ്റ് മാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ മെയിൻ.
ഇതിൽ IC പൊസിഷനാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. IC ഒരു IC നെറ്റ്വർക്കിൻ്റെ ഒരു IC ഉണ്ട്, ഇവിടെ ഒരു IC ഉണ്ട്, ഇവിടെ ഒരു IC ഉണ്ട്, ഇവിടെ ഒരു IC ഉണ്ട്. നമ്മൾ ബോർഡ് എടുത്തിട്ട് കാണിച്ചു തരാം. വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ള് പാക്ക് ചെയ്യണം കേട്ടോ. സെറ്റ് ഓൺ ചെയ്താൽ മാത്രമേ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോൾ നല്ലത് സിം ഇട്ട് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ വോൾട്ടേജിൻ്റെ ഓപ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വോൾട്ടേജിൽ എന്ത് ചെയ്യും, ഫ്ലച്ച് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഇത് മാറിയിട്ടുണ്ട്. ഇതാ ഫ്ലെക്സ് കണ്ട, കണ്ടാ അത്യാവശ്യം ഫ്ലെക്സ് ഇട്ടിട്ട് ഹീറ്റ് അടിച്ചിട്ടുണ്ട്. ബാക്കിയാണ് തൊട്ടിട്ട നല്ല നീറ്റുണ്ട്. സ്പീഡിൻ്റെ പ്രശ്നത്തിന് ജമ്പർ ഇട്ടിട്ടൊന്നും ഉണ്ടായിന് കേട്ടാ. ഇതാ അത്യാവശ്യം എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്നല്ലെങ്കിൽ IC മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതേ ICനെ റീബോൾ ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. അതുമല്ലാന്നുണ്ടെങ്കിൽ IC മാറിയിട്ടുണ്ടാവും. ഫ്ലെക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് ഇവനൊരു സെറ്റ് കൊണ്ട് തന്നു, നമ്മളെ സാജി. അതിൻ്റെ ഒരു സാജീനല്ലേ, സാജിദ്. എന്തായിരുന്നു കംപ്ലൈന്റ്? ഇവിടെ നെറ്റ്വർക്ക് ഉണ്ട്. അന്നേരം നെറ്റ്വർക്ക് കിട്ടിയില്ല. 2G ഉണ്ട്, 4G ഒന്നുമില്ല. ഉണ്ട്. ഷോർട്ട് ഉണ്ടായതാ. ഇവൻ എന്ത് ചെയ്ത് എന്നോട് ചോദിച്ചു നോക്കിയാ എന്താ ചെയ്തത്? ഫുള്ള് ഫ്ലക്സ് പവർ ICന്റെ ചുറ്റും. എന്താ ചെയ്തത്? സെറ്റ് ഹീറ്റ് ചെയ്തത് അല്ല, സെറ്റ് ഡെഡ്, കണ്ടീഷൻ ഷോർട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ പണ്ട് ചെയ്യലുണ്ട്. ഞാനെല്ലാം പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് സെറ്റ് ഓൺ ആണെന്നില്ലാന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് ഇട്ട് ഹീറ്റ് അടിച്ചാൽ ആദ്യം നോർമൽ ഹീറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആയില്ലാന്നുണ്ടെങ്കിൽ നല്ലോണം എന്താ ഫ്ലെക്സ് നല്ല രീതിയിൽ ഹീറ്റ് അടിക്കാനാണ്. അപ്പോൾ അതുപോലെ ഹീറ്റ് അടിച്ചിട്ട് വേണം. അപ്പോൾ ഷോർട്ടാണ് യഥാർത്ഥത്തിൽ. ആ ഷോർട്ടിന് എന്താ ചെയ്യുക, നമ്മൾ ഹീറ്റ് അടിച്ചുകൊണ്ട് ആ സെറ്റ് ഓൺ ആവില്ല. മനസ്സിലായാ? കംപ്ലൈൻറ്റ് അറിയാണ്ട് പണിയെടുക്കാൻ പാടില്ല. കംപ്ലൈൻറ്റ് അറിയുന്നില്ലാണ്ടെങ്കിൽ വേറെ ആളുകൊണ്ട് ചെയ്യിപ്പിക്കാം. ചിലപ്പോൾ നമ്മൾ ആ ഹീറ്റ് അടിക്കുന്നതിലേക്ക് ചിലപ്പോൾ കൊള്ളാം, ചിലപ്പോൾ CP ഡാമേജ്. അറിയുന്നുണ്ടെങ്കിൽ അറിയുന്ന പോലെ ചെയ്താൽ മതി. എന്തായാലും ഇത് പഠിച്ച പാടം നമ്മൾ എക്സ്പേർട്ട് ഒന്നും ആവില്ല. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 15 കൊല്ലം എടുത്തിന്. ആ പഠിച്ച പോലെ എന്നെ പോലെ തന്നെ ഒരാളാണോ എന്ന് അറിഞ്ഞ് നടക്കൊന്നുമില്ല. കാരണം നമ്മൾ കുറേ അടുത്ത് പെട്ടിട്ടും ഫസ്റ്റ് കസ്റ്റമർ വായിലുള്ള കേട്ടിട്ട് തന്നെയാണ് ഇവിടെ എത്തുന്നത്. അപ്പോഴാണ് എക്സ്പീരിയൻസ് കൂടുന്നത്. പഠിച്ചപ്പോൾ ഞാനും പണ്ട് ഓൺ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലെക്സ് ഹീറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നാർക്കും നമുക്ക് ആരും പറഞ്ഞു തരാൻ ഉണ്ടായിട്ട. നമ്മളോട് സാറ് പറയുന്ന അത്ര തരുന്നു, എന്തായാലും നീറ്റ് അടിച്ചോ, നല്ല ഭയങ്കര ഹീറ്റ് അടിച്ച് ചിലപ്പോൾ ഓണാവും. 10 സെറ്റ് ഹീറ്റ് അടിക്കുമ്പോൾ 2 സെറ്റ് ഓണാവും. നമ്മൾ ഓണാകുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കാം, അത് സെറ്റ് ഓക്കെയാണ്, അത് ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ സെറ്റും എന്ത് ഹീറ്റ് അടിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ അങ്ങനെ ഹീറ്റ് അടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 5-6 കൊല്ലം സർവീസ് ചെയ്തിട്ടാണ് മനസ്സിലായത് ഹീറ്റ് അടിച്ചിട്ട് കാര്യമില്ല, സെറ്റ് ഓണാവില്ല, ചെക്കിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം IC എടുത്തിട്ടുണ്ട് എന്നുള്ളതും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഓക്കെയാണ്. ഇതാ നമ്മൾ ഇത് സാധനം കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി കുറച്ച് നേരം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം ഫ്ലെക്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഫ്ലെക്സ് ഉരുകുന്നുണ്ടാ എടാ? ഒരിക്കലും നമ്മൾ ഫ്ലെക്സ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വിട്ട് വിടാൻ പാടില്ല. നല്ല രീതിയിൽ എന്ത് ചെയ്യണം പറഞ്ഞാൽ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. നമ്മൾ സർവീസ് ചെയ്തതിനുള്ളത് ഒരാൾക്ക് അറിയാൻ പാടില്ല. ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ട് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഷോപ്പിൽ കൊടുക്കുമ്പോൾ പറയണം, ചെയ്യാൻ അറിയുന്ന ഒരാളാണ് ഇത് ചെയ്തത്. കാണുമ്പോൾ അത്ര നീറ്റ്നെസ് കാണണം. ഫുള്ള് ഫ്ലെക്സ് ഇട്ട് പരക്കിയിട്ട് കഴിയുമ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചങ്ങായിക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് അപ്പം മനസ്സിലാവും. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോർഡ് നല്ലോണം എന്ത് ചെയ്യുക, നല്ല നീറ്റ് ചെയ്യുക. നല്ലോണം ഫ്ലെക്സ് ഇട്ട സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അൾട്രാസൗണ്ട് ക്ലീനർ ഉണ്ട്, അൾട്രാ ക്ലീനർ ഇവൻ്റെ എല്ലാം ഉണ്ട് ഇല്ലേ, അതിലിട്ടിട്ട് ഇന്നറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താ പറഞ്ഞാൽ ഫുള്ള് ക്ലീൻ ആയിട്ട് കിട്ടും. അതാണ് ഏറ്റവും നല്ല. അത്ര നല്ല ക്ലീൻ ആക്കിയിട്ടായിരിക്കും നമ്മൾ എന്തായാലും ആയില്ലെങ്കിലും കൊടുക്കുമ്പോൾ നീറ്റാക്കിയിട്ട് കൊടുക്കണം.
കണ്ടിട്ട് ആൾക്കാർ പറയണം. നമ്മൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാൾ പറയാൻ പാടില്ല ഇത് ചെയ്തിട്ട് കൊളാക്കി എന്ന് പറയാൻ പാടില്ല. അത് കാണും, ചിലപ്പോൾ കൊളാക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ ഫ്ലെക്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് നീറ്റാക്കിയിട്ട് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നുള്ളത് ഈ ഒരു ഐ സി കേട്ടാ. ഈ കാണുന്ന ഐ സി, ഈ കാണുന്ന ഐ സി ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് അറിയേണ്ടത് ഇതിൻ്റെ വോൾട്ടേജ് വരുന്ന ട്രാക്ക്. ഇതിലോട്ട് എത്ര വോൾട്ടേജാണ് വരുന്നത്? 2 വോൾട്ടേജ് വരുന്നുണ്ട്. ഒന്ന് 1.8 വോൾട്ടേജ്, മറ്റൊന്ന് 3.7 വോൾട്ടേജ് VPH വോൾട്ടേജ് വരും കേട്ടോ. അത് ലേഔട്ട് എടുക്കാം. ലേഔട്ടിൽ ഇതാണ് നമ്മൾ ഐ സി നമ്പർ വരുന്നുള്ളത് U3303 കേട്ടോ. അത് ജസ്റ്റ് കോപ്പി ചെയ്യാം. സ്റ്റിമാറ്റിക്കിൻ്റെ അകത്തോട്ട് പോവാം. അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് വന്ന 3 സംഭവം എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐ സി കാണിച്ചു തരും. ഇതാണ് ഐ സി. ഈ ഐ സിയിലെ വർക്കിംഗ് വോൾട്ടേജ് കറക്റ്റായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇത് VIO എന്ന് പറഞ്ഞാൽ 1.8 വോൾട്ടേജ്. VIO എന്ന് പറഞ്ഞാൽ V വോൾട്ടേജ്, IO എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഒരുപാട് സ്ഥലത്ത് വോൾട്ടേജ് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ വോൾട്ടേജ് വരുന്ന ട്രാക്കിൻ്റെ അകത്ത് നമുക്ക് അടുത്ത വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ, VBAT. VPH ആണ്, പക്ഷെ നമുക്ക് അവിടെ കാണിക്കുന്നുള്ളത് എന്താ, VBAT ആണ് കേട്ടോ. നമുക്ക് അതിൻ്റെ എൻഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതിൻ്റെ താഴെ തന്നെ VCCയും കൂടി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നിച്ചിട്ടായിരിക്കും പോകുന്നത് കേട്ടോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിരിക്കും. 2ലോട്ടും വരുന്ന വോൾട്ടേജ് എത്ര മനസ്സിലായല്ലോ. ഇതാണ് VPH പോകുന്ന ട്രാക്ക്. എവിടെയാ വന്നേ, നേരെ വന്ന് ഇവിടെ VCCന്ന് എഴുതിയിട്ടുള്ള വന്ന വോൾട്ടേജ് ആണ് കേട്ടോ. അടുത്തിടെ 10, 9ഉം 10ഉം ഇത് VBAT. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, VPH. 2ലോട്ടും 3 വോൾട്ടേജ് VPH ആണ്. ഇനി അടുത്തത് VIO. ഇവിടെ VREG L10A. L10A എന്ന് പറയുമ്പോൾ പവർ ഐസിൻ്റെ 10ാമത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. എവിടെല്ലാം പോകുന്നുണ്ട്, 2ാമത്തെ പേജിൽ പോകുന്നുണ്ട്, 3ാമത്തേൽ പോകുന്നുണ്ട്, 6ാമത്തേൽ പോകുന്നുണ്ട്, 9ാമത്തേൽ പോകുന്നുണ്ട്, 10ാമത്തേൽ പോകുന്നുണ്ട്. എല്ലാ പേജിലോട്ട് ഈ വോൾട്ടേജ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് സ്ഥലത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ വോൾട്ടേജ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് VIO കൊടുത്തതിനുള്ള കാരണം. VIO അത് കൊടുത്താൽ നമ്മൾ മനസ്സിലാക്കിയാൽ ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന വോൾട്ടേജാണ്. നമ്മളിവിടെ പോയിട്ട് നെക്സ്റ്റ് അടിച്ചോണെന്നെങ്കിൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചു കൊണ്ട്. ഞാൻ ഇതിൻ്റെ ബിറ്റ് മാപ്പ് എടുത്തിട്ട് കാണിച്ചത്. എത്രാമത്തെ ലൈനിലോട്ട് വരുന്നത് നോക്കിയാൽ VIO 7ാമത്തെ ലൈനിലോട്ടാണ് വരുന്നത്. ഞാൻ ഇതിൽ ബിറ്റ് മാപ്പ് എടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റർ, അതല്ലേ യേശു, അതല്ലല്ലോ. ഇതിൽ സ്റ്റിമാറ്റിക്കിൽ നമുക്ക് കാണിക്കുന്നുള്ളത് എത്രാമത്തെ ലൈൻ ആക്കിയാൽ VIO 7ാമത്തെ ആണ്. പക്ഷെ നമ്മൾ ബിറ്റ് മാപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് 7ാമത്തെ എന്താക്കിയാൽ ഒന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് അവിടെ പോകുന്ന ഒരു കപ്പാസിറ്റിയിലോട്ട് മാത്രം പോകുന്നുണ്ട്, വേറെ പോകുന്നില്ല. മിസ്റ്റേക്കാണ്. എന്തിൻ്റെ മിസ്റ്റേക്കാണ്, ബോറിന് ആഡ് ചെയ്ത മിസ്റ്റേക്കാണ്. നമുക്ക് ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇവർ ചിലപ്പോൾ 1ാമത്തെ കാല് മാർക്ക് ചെയ്തത് മാറിയിട്ടുണ്ടാവും. നമ്മളെ കയ്യിൽ ബോർഡ് ഉണ്ട്, ആ ബോർഡ് എടുത്തിട്ട് എവിടെയാണോ ലെഗ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ നോച്ച് ഉണ്ടല്ലോ IC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ എവിടെയാണോ ഡോട്ട് വരുന്നത് നോക്കാം. ആ ഡോട്ട് നമുക്ക് 8ാമത്തെ കൗണ്ട് ചെയ്യാൻ പഠിച്ചിട്ടേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, IC ഒന്ന് ക്ലീൻ ചെയ്യാം. ഫുള്ള് ഫ്ലെക്സ് ഉണ്ട്. ഐസിൻ്റെ ഡോട്ട് വരുന്നുള്ളത് ഇത് ഇവിടെയാണ്.
അവർ മാർക്ക് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ കാലം എവിടെയാ? സെയിം ആണോ? ഇവിടെയാണ് ഐസിൻ്റെ ഡോട്ട് വരുന്നത്. ഇവിടെ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചാലാ. അല്ല സെയിം അല്ല, ബോർഡ് ഇടയാണുള്ളത്. ഐസിൻ്റെ ഡോട്ട് വരുന്ന മാർഗം ഈ ഭാഗത്താണ്, സെയിം ആണ്. പക്ഷെ ഇവിടെ എന്താ മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൗണ്ട് ചെയ്ത രീതി മാറ്റമുണ്ട്, നമ്പർ എഴുതിയത് കൗണ്ട് ചെയ്തത് മാറ്റമുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ. ഇങ്ങനെയാ പോകണ്ടേ അല്ല? ക്ലോക്ക് വൈസ് എങ്ങനെയാ പോകണ്ടേ? ഇങ്ങനെയാ പോകും. ക്ലോക്ക് ഇങ്ങോട്ട് കറങ്ങും, ആൻറ്റി ക്ലോക്ക് എന്ത് ചെയ്യും? തിരിച്ച് കറങ്ങും. സംഭവം എവിടെയാണ് കൊടുത്തത്? 1 2 3 4 5 6. ഇവിടെ ഏജ് കൊടുത്തിട്ടുള്ളത് ശരിക്കും എവിടെ അണ്ണൻ്റെ ഒന്നാമത്തെ കാലം എവിടെ വരേണ്ടത്? ഇവിടെയാണ് ഒന്നാമത്തെ കാല് വരുന്നത്. 1 2 3 4 5 6 7. ഏഴാമത്തെ കാല് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടി. നമുക്ക് എത്ര സ്ഥലത്തോട്ട് ആ വോൾട്ടേജ് പോകുന്നുണ്ട്. ഇതാ കണ്ടാ, എവിടെന്നാ വരുന്നേ അറിയോ? ഈ പവർ ഐസിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ വോൾട്ടേജ് പുറത്തിറങ്ങുന്നത്. ഒരുപാട് സ്ഥലത്തോട്ട് ആ വോൾട്ടേജ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട രീതിയാണ്. ഇത് നോക്കിയാൽ നമുക്ക് വോൾട്ടേജ് അവിടെ ചെക്ക് ചെയ്യാനുള്ളത് കിട്ടും. ഇവിടെ കപ്പാസിറ്റർ കിട്ടുക. എവിടെയുള്ള കപ്പാസിറ്റർ? ഫസ്റ്റത്തെ വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റർ കിട്ടും.